നബിവാക്യം. വിശ്വാസി ഒരു വയറിൽ ഭക്ഷണം കഴിക്കുമ്പോൾ അവിശ്വാസി 7 വയറുകളിൽ ഭക്ഷിക്കുന്നു. അമിതഭോജനം ഒരിക്കലും ഒരു ദൈവവിശ്വാസിക്ക് ചേർന്നതല്ല. ഒരാൾ തൻ്റെ വയറിൻ്റെ 1/3 ഭക്ഷണത്തിനും 1/3 വെള്ളത്തിനും 1/3 സുഖകരമായ ശ്വാസോച്ഛ്വാസത്തിനും വേണ്ടി നീക്കിവെക്കണമെന്നാണ് നബി പഠിപ്പിച്ചിട്ടുള്ളത്. ഭക്ഷണം കഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി ഹദീസുകളുണ്ട്. അവയിൽ ചിലത് മാത്രം ഇവിടെ ഉണർത്തുകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് 2 കൈകളും കഴുകൽ ആരോഗ്യത്തിനും വൃത്തിയുള്ള ശരീരത്തിനും അത്യന്താപേക്ഷിതമാണ്. നബി ഉറങ്ങും മുമ്പ് അംഗശുദ്ധി വരുത്തുകയും ഭക്ഷണം കഴിക്കും മുമ്പ് 2 കൈകളും നന്നായി കഴുകുകയും ചെയ്തിരുമായിരുന്നു. അതുപോലെ ബിസ്മില്ല അഥവാ ദൈവനാമം ചൊല്ലി അത്യാവശ്യത്തിന് മാത്രമാണ് കഴിച്ചിരുന്നത്. വലത് കൈ കൊണ്ട് തിന്നുക, അതും കൈ മുഴുവനും ഭക്ഷണത്തിലിടാതെ 3 വിരലുകൾ കൊണ്ടാണ് നബി ഭക്ഷിച്ചിരുന്നത്. കൂട്ടത്തിൽ ഇരുന്ന് ഭക്ഷിക്കുമ്പോൾ അടുത്തുള്ളത് മാത്രം കഴിക്കുക. അത് മറ്റുള്ളവരുമായി കൂടിച്ചേർന്ന് ഒരു തളികയിൽ നിന്നാണ് കഴിക്കുന്നതെങ്കിൽ തന്നോടടുത്ത ഭാഗത്ത് നിന്ന് കഴിക്കുക. ഇതൊക്കെ നബിചര്യയിൽപ്പെട്ടതാണ്. നബി ഒരിക്കൽ പോലും ഒരു ഭക്ഷണത്തെയും കുറ്റം പറഞ്ഞിട്ടില്ല. ഇഷ്ടപ്പെട്ടാൽ ഭക്ഷിക്കും, ഇല്ലെങ്കിൽ ഒഴിവാക്കും. ഭക്ഷണത്തെ കുറ്റം പറയുക എന്നത് അഹങ്കാരത്തിൻ്റെയും അതേപോലെ സുഖലോലുപതയുടെയും ലക്ഷണമാണ്. എരിവ്, ഉപ്പ്, മധുരം എന്നിവ കുറഞ്ഞാലോ കൂടിയാലോ ഭക്ഷണത്തെ അവമതിക്കാൻ ഒരിക്കലും പാടില്ല. അത് ദൈവം പോലും ഇഷ്ടപ്പെടുകയില്ല. കാരണം അന്നദാതാവായ ദൈവത്തെ കുറ്റപ്പെടുത്തുന്നതിന് തുല്യമാണല്ലോ അത്. അതോടൊപ്പം തന്നെ ഭക്ഷണം പാകം ചെയ്തവരെ മാനസികമായി പ്രയാസപ്പെടുത്തലും സങ്കടപ്പെടുത്തലുമാണല്ലോ അത്. ഭക്ഷണം ദൈവിക അനുഗ്രഹമാണെന്ന് അനുസ്മരിപ്പിക്കുന്ന നിരവധി സൂക്തങ്ങൾ ഖുർആനിലുണ്ട്. അധ്യായം 80 24-32 വരെയുള്ള സൂക്തങ്ങളിൽ പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യൻ തൻ്റെ ഭക്ഷണത്തെപ്പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കട്ടെ. നാം ശക്തിയായി മഴവെള്ളം ചൊരിഞ്ഞു കൊടുത്തു, പിന്നീട് നാം ഭൂമിയെ പിളർത്തി, എന്നിട്ട് അതിൽ നാം ധാന്യം മുളപ്പിച്ചു. മുന്തിരിയും പച്ചക്കറികളും ഒലിയവും ഈന്തപ്പനയും ഇടതൂർന്നു നിൽക്കുന്ന തോട്ടങ്ങളും പഴവർഗ്ഗവും പുൽച്ചെടികളും ഉൽപ്പാദിപ്പിച്ചു, നിങ്ങൾക്കും നിങ്ങളുടെ കന്നുകാലികൾക്കും ഭക്ഷിക്കുന്നതിന് വേണ്ടി.